السلام عليكم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. ഈ മജ്ലിസ് സ്ഥിരമായി വീക്ഷിക്കുന്ന, സ്ഥിരമായി കാണുന്ന എൻ്റെ സഹോദരി, എൻ്റെ സഹോദരന്മാർ, എൻ്റെ മുത്തുമുഅ്മിനീങ്ങള്, എൻ്റെ ഉമ്മ പെങ്ങന്മാർ, അല്ലാഹുവേ അവരുടെ സകലമാന മുറാദുകൾ അല്ലാഹ് നീ ഹാസിലാക്കി നൽകണേ അല്ലാഹ്, നീ ഹാസിലാക്കി നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഈ മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഇസ്മിനെ പറ്റിയാണ്. അല്ലാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മിനെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ധാരാളം ആളുകൾ വന്നുകൊണ്ട് പറയുന്നൊരു പ്രയാസമാണ്, ഒരു പ്രതിസന്ധിയാണ്, തങ്ങളെ എൻ്റെ കാര്യങ്ങളൊന്നും നടന്നു കിട്ടുന്നില്ല. ഞാൻ എന്ത് കാര്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും അവിടെ തടസ്സങ്ങളാണ്, ആ കാര്യങ്ങൾ പൂവണിയിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അങ്ങനെ പറയുന്ന ധാരാളം ആളുകൾ നമ്മളെ കമന്റ് ബോക്സിൽ എടുത്തു നോക്കിയാൽ തന്നെ അറിയാം. എൻ്റെ കാര്യങ്ങൾ നടന്നു കിട്ടാൻ തങ്ങൾ ദുആ ചെയ്യണം. ഞാൻ എല്ലാ കാര്യങ്ങളിലേക്കും ഇറങ്ങി. ഞാൻ ബിസിനസ് തുടങ്ങി. എനിക്ക് ആദ്യം കച്ചവടമായിരുന്നു. പിന്നീട് ഞാൻ ബിസിനസ് തുടങ്ങി. കച്ചവടം റാഹത്തായില്ല. ഞാൻ ബിസിനസ് തുടങ്ങി. ആ ബിസിനസ്സും ഒരു വിജയത്തിലേക്ക് എനിക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എല്ലാ പരിപാടികളും തുടങ്ങും. എനിക്കതൊന്നും ഒരു റാഹത്തായ നിലയിൽ അത് വഖഫ് ചെയ്യാൻ എനിക്ക് സാധ്യമാകുന്നില്ല. പിന്നെ എന്തിലേക്കും ഇറങ്ങാൻ എനിക്കൊരു ഭയമാണ് എനിക്ക് തോന്നുന്നത്, ഒരു പേടി തോന്നുകയാണ്. അതും മറ്റേതുപോലെ ഈ കാര്യവും ആകുമോ എന്ന് ചിന്തിച്ചിട്ട് അങ്ങനെ ചിന്തിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒരു കാര്യം സഫലീകരിക്കാൻ, ഒരു കാര്യം പൂവണിയിക്കാൻ എനിക്ക് സാധ്യമാകുന്നില്ല. എൻ്റെ മുറാദുകളൊന്നും ഹാസിലാകുന്നില്ല, എൻ്റെ കാര്യങ്ങളൊന്നും റെഡിയാകുന്നില്ല എന്ന് പറയുന്ന ധാരാളം ആളുകൾ. ഇൻഷാ അല്ലാഹ് അവർക്കുള്ള ഒരു അമലാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ സയ്യിദിയ മജ്ലിസിൽ വെച്ച് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ ഒരു ഇസ്മിനെ പറ്റിയാണ്. നമ്മളെ കാര്യങ്ങൾ നടന്നു കിട്ടാൻ, നമ്മളെ മുറാദുകൾ ഹാസിലാകാൻ ഇൻഷാ അല്ലാഹ് ഏറ്റവും ഉപകരിക്കുന്ന ഒരു ഇസ്മിൻ്റെ ഒരു അമലാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട 99 നാമങ്ങളിൽപ്പെട്ട ഒരു നാമം, സുപ്രധാനമായിട്ടുള്ള ഒരു നാമത്തെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഈ സയ്യിദിയ മജ്ലിസിൽ വെച്ച് ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലാഹുവേ ചൊല്ലാനും ജീവിതത്തിൽ ദായിമാക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവിൻ്റെ മഹാന്മാരായ ആരിഫീങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു, മൻ അറാദ അംറൻ, ഒരാൾ ഒരു കാര്യം ഉദ്ദേശിച്ചു, ശുക്ക അലൈഹി, അതിലവനിക്ക് വലിയ പ്രയാസം തോന്നി, അത് നടക്കൂല, ആ കാര്യം നടക്കില്ല എന്നവനിക്ക് വലിയ പ്രയാസം ആ കാര്യത്തിൽ തോന്നിക്കഴിഞ്ഞാൽ
അപ്പോൾ അവൻ ഓതട്ടെ, അവൻ ചൊല്ലട്ടെ യാ അസീസ് എന്ന ഇസ്മിനെ അവൻ ചൊല്ലട്ടെ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു പ്രയാസം തോന്നി, ഒരു ഇടങ്ങേറ് തോന്നി, അല്ലെങ്കിൽ ഈ കാര്യം നടക്കില്ല എന്ന് അവനക്ക് തോന്നിക്കഴിഞ്ഞാൽ അവൻ ചൊല്ലട്ടെ യാ അസീസ്. അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട യാ അസീസ് എന്ന ഇസ്മിനെ അവൻ പതിവാക്കട്ടെ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. ആർക്കെങ്കിലും ഒരു കാര്യം ഉദ്ദേശിച്ചാൽ, അവൻക്കതിൽ വലിയ പ്രയാസം തോന്നിയാൽ അവൻ ചൊല്ലട്ടെ. എന്ത് ചൊല്ലട്ടെ? യാ അസീസ് എന്നവൻ ചൊല്ലട്ടെ, യാ അസീസ് എന്നവൻ ചൊല്ലട്ടെ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. എപ്പോഴാണ് അവൻ ചൊല്ലേണ്ടത്? ഏത് സമയത്താണ് അവൻ ചൊല്ലേണ്ടത്? എപ്പോഴാണ് ചൊല്ലേണ്ടത്? മഗ്രിബ് നിസ്കാരത്തിന് ശേഷം അവൻ്റെ എല്ലാ അദ്കാറുകളും കഴിഞ്ഞിട്ട് അവൻ ചൊല്ലട്ടെ യാ അസീസ് യാ അല്ലാഹ്. യാ ചേർത്തിട്ട് അവൻ ചൊല്ലട്ടെ യാ അസീസ് യാ അല്ലാഹ് എന്ന് അല്ലാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട യാ അസീസ് യാ അല്ലാഹ് എന്നവൻ ചൊല്ലട്ടെ. എത്ര പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്? 12 പ്രാവശ്യം, വെറും 12 പ്രാവശ്യം അവൻ ചൊല്ലട്ടെ. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് അവൻ്റെ എല്ലാ അദ്കാറുകളും കഴിഞ്ഞിട്ട് അവൻ 12 പ്രാവശ്യം യാ അസീസ് യാ അല്ലാഹ്, യാ അസീസ് യാ അല്ലാഹ്, യാ അസീസ് യാ അല്ലാഹ് എന്ന് ചൊല്ലട്ടെ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് യാ അസീസ് യാ അല്ലാഹ് എന്ന അല്ലാഹുവിൻ്റെ മഹത്താക്കപ്പെട്ട ഇസ്മിനെ അവൻ ചൊല്ലട്ടെ. എങ്ങനെയാണ് അവൻ ഇരിക്കേണ്ടത്? ഏത് രൂപത്തിലാണ് അവൻ ഇരിക്കേണ്ടത്? ഇത് 12 പ്രാവശ്യം അവൻ ചൊല്ലുമ്പോൾ ഏത് രൂപത്തിലാണ് അവൻ ഇരിക്കേണ്ടത്? അവൻ ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് അവൻ ഇരിക്കട്ടെ. അവൻ ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് അവൻ ഇരുന്ന് അവൻ ചൊല്ലട്ടെ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. എങ്ങനെ? മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ആ മുസല്ലയിൽ ഇരുന്ന് കൊണ്ട് 12 പ്രാവശ്യം 12 പ്രാവശ്യം അവൻ ചൊല്ലട്ടെ. എങ്ങനെ? ഖിബിലയിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് അവൻ ചൊല്ലട്ടെ. മറ്റുള്ള ഭാഗത്തേക്കൊന്നും തിരിയാതെ, മറ്റുള്ള സംസാരങ്ങളൊന്നും സംസാരിക്കാതെ ഖിബിലയിലേക്ക് അവൻ തിരിഞ്ഞുകൊണ്ട് അവൻ 12 പ്രാവശ്യം എന്ത് ചൊല്ലട്ടെ? യാ അസീസ് യാ അല്ലാഹ്, യാ അസീസ് യാ അല്ലാഹ്. നമുക്ക് ചൊല്ലിക്കൂടെ എൻ്റെ മുഅ്മിനീങ്ങളെ? ചെറിയൊരു ഇസ്മാണ്, അല്ലാഹുവിൻ്റെ 99 നാമങ്ങളിൽപ്പെട്ട ഒരു മഹത്താക്കപ്പെട്ട ഒരു ചെറിയ ഇസ്മാണ്. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് ഈ സയ്യിദിയ മജ്ലിസിൽ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പതിവാക്കിക്കൂടെ എൻ്റെ മുഅ്മിനീങ്ങളെ? പതിവാക്കണേ ഇൻഷാ അല്ലാഹ്. നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചാലും, ഹലാലായ എന്ത് മുറാദ് മനസ്സിൽ കണ്ട് ചൊല്ലിയാലും അത് നടക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. യാ അസീസ് യാ അല്ലാഹ് എന്ന് 12 പ്രാവശ്യം ചൊല്ലിയാൽ നീ ദുനിയാവിലെ എന്ത് ഹലാലായ മുറാദ് ആഗ്രഹിച്ചുവോ അത് നടന്നിരിക്കും. എൻ്റെ ഉമ്മ, എൻ്റെ പെങ്ങളെ, എൻ്റെ സഹോദരി, എൻ്റെ സഹോദരാ, അത് നടന്നിരിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചൊല്ലാനും ജീവിതത്തിൽ ദായിമാക്കാനും അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ. അല്ലാഹ് നീ ഭാഗ്യം നൽകണേ.
നൽകണേ അല്ലാ. ധാരാളം ആളുകൾ എൻ്റെ സഹോദരിമാര്, എൻ്റെ മുഹിബ്ബീങ്ങള് അല്ലാ, ഈ സയ്യിദിയും മജ്ലിസിനെ അതിരറ്റ് സ്നേഹിക്കുന്ന എൻ്റെ മുഹിബ്ബീങ്ങളല്ലാ, എൻ്റെ കൂടപ്പുറപ്പീങ്ങളല്ലാ, അല്ലാഹുവേ അവരെ സകലമാന മുറാദുകൾ അല്ലാ നീ ഹാസിലാക്കി നൽകണേ അല്ലാ. ഈ ഇസ്മിൻ്റെ ഹഖ് ജാഉ ബർക്കത്ത് കൊണ്ട് അല്ലാ നീ ഹാസിലാക്കി നൽകണേ അല്ലാ, നീ ഹാസിലാക്കി നൽകണേ അല്ലാ. ഇത് എത്ര ദിവസമാണ് ചൊല്ലേണ്ടത്? എല്ലാവർക്കും ചോദ്യമാണ്. തങ്ങളെ ഈ അമല് ഞങ്ങൾ എത്ര ദിവസമാണ് ചൊല്ലേണ്ടത്? എത്ര ദിവസം? 14 ദിവസം. തുടരെ 14 ദിവസം. ഒരു ദിവസം പോലും വിടാതെ 14 ദിവസം. ഒരു ദിവസം 12 വെച്ച് നിങ്ങൾക്ക് ചൊല്ലാൻ സാധ്യമാണോ? ഇൻഷാ അല്ലാഹ് അത്ഭുതം നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് അത്ഭുതം കാണാം. നീ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണ്, അല്ലെങ്കിൽ നീ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ്, അല്ലെങ്കിൽ നീ നല്ല കാര്യങ്ങൾ തുടങ്ങാൻ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഹലാലായ നിന്റെ മുറാദ് മനസ്സിലുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ 14 ദിവസം തുടർച്ച നിങ്ങൾ ഈ ഇസ്മിനെ 12 വീതം മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് നീ ചൊല്ലാൻ നീ തയ്യാറാണോ? എൻ്റെ ഉമ്മ, എൻ്റെ സഹോദര, നീ തയ്യാറാണോ? ഇൻഷാ അല്ലാഹ് നിന്റെ എന്ത് മനസ്സിലുള്ള മുറാദും അല്ലാഹു ഹസനാക്കി നൽകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്, കിതാബുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. അല്ലാഹ് ചൊല്ലാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങൾ ഇതാ ഈ സയ്യിദിയ മജ്ലിസിൽ വെച്ച് ഈ ചെറിയ ഒരു ഇസ്മിനെ ഒരു വെറും കുറഞ്ഞ ദിവസം ചൊല്ലാൻ മാത്രമേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഇതാ ചൊല്ലാൻ തീരുമാനിച്ച് അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂൽ ചെയ്യണേ അല്ലാ, നീ കബൂൽ ചെയ്യണേ അല്ലാ. യതഹഖഖു മുറാദുഹു, അവന്റെ ദൃഢമായ അവന്റെ മുറാദ്, അവന്റെ ഹലാലായ മുറാദ് ഇത് ചൊല്ലുന്ന സമയത്ത് അവന്റെ മനസ്സിൽ വേണം. ഇത് ഓരോരോ പ്രാവശ്യവും ചൊല്ലുമ്പോഴും യതഹഖഖു മുറാദുഹു, അവന്റെ മനസ്സിലുള്ള ഓരോ മുറാദുകളും ദൃഢമായി അവന്റെ മനസ്സിൽ വേണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. അവന്റെ ദൃഢമായ അവന്റെ മുറാദ് ആ മനസ്സിലുണ്ടെങ്കിൽ അതാ നീ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണോ അത് നീ നടക്കില്ല, അതെനിക്കൊരിക്കലും കഴിയില്ല എന്ന് വിചാരിച്ച് നീ ഒഴിവാക്കി കളയണ്ട. നീ അത് ഒഴിവാക്കി കളയണ്ട. ഇൻഷാ അല്ലാഹ് ഈ ഇസ്മിനെ വെച്ചുകൊണ്ട് നീ ചൊല്ലിയാൽ 12 പ്രാവശ്യം ഒരു ദിവസം, 12 പ്രാവശ്യം 14 ദിവസം വെച്ച് നീ ഇൻഷാ അല്ലാഹ് നീ ചൊല്ലിക്കഴിഞ്ഞാൽ നിന്റെ മുറാദ് മനസ്സിൽ കൊണ്ട് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞുകൊണ്ട് നിന്റെ അദ്കാറുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഖിബ്ലയിലേക്ക് മുന്നിട്ട് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ അത്ഭുതം നിനക്ക് കാണാമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹ് ചൊല്ലാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് ധാരാളം ആളുകൾ ധാരാളം മുറാദുകൾ വെച്ചുകൊണ്ട് മനസ്സിൽ വെച്ചുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ അർഹമുർ റഹീമീനായ അല്ലാഹ് അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും അല്ലാഹുവേ ഈ ഇസ്മിന്റെ ഹഖ് ജാഉ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. മുറാദുകളെ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മൾ പലപ്പോഴായി മജ്ലിസിൽ പറയുന്നത് പോലെ ധാരാളം ആളുകളാണ് മജ്ലിസിലേക്ക് നിരന്തരം കോളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല ഭാഗങ്ങളിൽ നിന്ന്, കേരളത്തിൻ്റെ അകത്തു നിന്നുള്ള ആളുകൾ, കേരളത്തിൻ്റെ പുറത്തു നിന്നുള്ള ആളുകൾ, കർണാടക, തമിഴ്നാട് പോലുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് നമ്മളെ മജ്ലിസിലേക്ക് ബന്ധപ്പെടുന്ന ആളുകൾ, ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൺസൾട്ടിങ്ങിനായി എത്തുന്ന ആളുകൾ, എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ ലീവ് എടുത്ത് കൺസൾട്ടിങ്ങിന് എത്തുന്ന ആളുകൾ, എൻ്റെ ദ്വീപ് നിവാസികൾ, എൻ്റെ സഹോദരങ്ങൾ കൺസൾട്ടിങ്ങിനായി ഇവിടമിൽ വരുന്ന ആളുകൾ,
അല്ലാഹുവേ അവരെ സകലമാന മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും അല്ലാഹ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ നമ്മളെ മജ്ലിസിലേക്ക് വിളിക്കുന്ന ആളുകളുടെ ഇനി എന്നാണ് തങ്ങളെ കൺസൾട്ടിംഗ് ഉള്ളത്, ഇനി എന്നാണ് വീട്ടിൽ നോട്ടമുള്ളത്, ഇനി വരുന്ന ശനിയാഴ്ചയാണ് വീട്ടിൽ കൺസൾട്ടിംഗ് ഉള്ളത്. മുൻകൂട്ടി ബുക്ക്, ഈ നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞ് ഇൻഷാ അല്ലാഹ് വരാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ പരാതികൾ പറയുന്ന ആളുകളുണ്ട്. ബുക്ക് ചെയ്ത് കിട്ടിയില്ലല്ലോ തങ്ങളെ, ബുക്ക് ചെയ്യാൻ കിട്ടുന്നില്ല. നിങ്ങൾക്കൊരു പ്രാവശ്യം വിളിക്കുന്ന സമയത്ത് കിട്ടിയില്ലെങ്കിൽ മറ്റൊരു പ്രാവശ്യം ഇൻഷാ അല്ലാഹ് നിങ്ങൾ വിളിക്കുക. ആ സമയത്ത് എടുക്കും, ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കട്ടെ. ധാരാളം ആളുകൾ മജ്ലിസിലേക്ക് വിളിച്ചുകൊണ്ട്, ധാരാളം ആളുകൾ അമല് സ്വീകരിച്ചുകൊണ്ട് വലിയ മുറാദുകളെ ഹാസിലായ ആളുകൾ, അവരുടെ കാര്യങ്ങൾ സഫലീകരിച്ച ആളുകൾ, അവരുടെ കാര്യങ്ങൾ പൂവണിഞ്ഞ ആളുകൾ, ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൺസൾട്ടിങ്ങിന് വന്നുകൊണ്ട് അവരെ മുറാദുകളെ ഹാസിലായ ആളുകൾ, അവരെ കാര്യങ്ങൾ റെഡിയായ ആളുകൾ, പൈശാചികമായ ഉപദ്രവങ്ങൾ നീങ്ങിയ ആളുകൾ, സിഹ്ർ പോലുള്ള മാരണങ്ങൾ നീങ്ങിയ ആളുകൾ, ബാത്തിലായ ആളുകൾ, പല പ്രയാസങ്ങൾ, എണ്ണിയാൽ തീരാത്തത്ര പ്രയാസങ്ങൾ ഇവിടെ വന്ന് പരിഹരിച്ച ആളുകൾ, കല്യാണക്കാരും റെഡിയായ ആളുകൾ, ജോലി പ്രയാസങ്ങൾ റെഡിയായ ആളുകൾ, ഭർത്താവിന്റെ ദുശ്ശീലങ്ങൾ മാറിയ ആളുകൾ, അങ്ങനെ എണ്ണിയാൽ തീരാത്ത മുറാദുകളാണ് ഇവിടമിൽ വന്നുകൊണ്ട് ധാരാളം ആളുകളെ ഹാസിലാക്കിയത്. ഇതൊക്കെ മഹാന്മാരായ ഉപ്പാപ്പമാരുടെ കാവലാണ്. ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ് ഈ മജ്ലിസ്. അവിടുത്തെ പേരക്കിടാവായ ഇന്തോനേഷ്യയിലെ അച്ചിയിലെ സുമാത്ര ദ്വീപിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ചുകൊണ്ട് കടലുണ്ടി തീരത്തണഞ്ഞ മഹാനായ ഖുത്ബ് ഹസൻ ജബലുൽ ഉപ്പാപ്പയുടെ നോട്ടവും കാവലുമാണ് മജ്ലിസിന്റെ വളർച്ച. അവിടുത്തെ ഇജാസത്ത് പ്രകാരമാണ് ഓരോരോ മജ്ലിസ് നടന്നു പോകുന്നത്. ഇവിടെ എന്ത് അമൽ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞാലും ഉപ്പാപ്പയുടെ ഹളറത്തിൽ ചെന്നുകൊണ്ട് സമ്മതം ചോദിച്ചിട്ടാണ് ഓരോരോ ഇസ്മാണെങ്കിലും ഓരോരോ അമലാണെങ്കിലും ദിക്റാണെങ്കിലും ദുആ ആണെങ്കിലും ഇൻഷാ അല്ലാഹ് ഇവിടമിൽ പറയുന്നത്. അതുകൊണ്ടാണ് ആളുകൾ സ്വീകരിക്കുന്ന സമയത്ത് അവരെ മുറാദുകളെ ഹാസിലാക്കുന്നത്. അല്ലാഹുവേ അവിടുത്തെ ദറജ നീ ഏറ്റി ഉയർത്തണേ അല്ലാഹ്. അവിടുത്തെ ദറജ നീ ഏറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ് അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ കിടക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ഈ പാപികളെ പെടുത്തണേ അല്ലാഹ്. ഈ പാപികളെ പെടുത്തണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ പരിപൂർണമാക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തടം വിയർത്ത് പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങൾ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ കൽബുകളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ കൽബുകളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഹസദില്ലാത്ത കിബ്റില്ലാത്ത സംശുദ്ധമായ കൽബുകളാക്കണേ അല്ലാഹ്. കൽബുകളാക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങളെ കാത്തോളണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ കാവല് നൽകണേ അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ജീവിതത്തിൽ ധാരാളം തെറ്റുകൾ വന്നു പോയവരാണ് അല്ലാഹ്. ഞങ്ങൾക്ക് നീ പുറത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹ്. നിന്നോടല്ലാതെ മറ്റൊരാളോട് ഞങ്ങൾക്ക് ചോദിക്കാനില്ല അല്ലാഹ്. നീ ഞങ്ങൾക്ക് ഉത്തരം നൽകണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് ഉത്തരം നൽകണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് ഉത്തരം നൽകണേ അല്ലാഹ്. ഞങ്ങളെ നീ വെറുക്കല്ലേ അല്ലാഹ്. അല്ലാഹ് ഞങ്ങളെ നീ കൈവടിയല്ലേ അല്ലാഹ്. ഞങ്ങളെ നീ കൈവടിയല്ലേ അല്ലാഹ്. ദുനിയാവിലുള്ള സകലമായ ആളുകൾ ഞങ്ങളെ ഇഷ്ടം വെച്ചാൽ അതുകൊണ്ട് ഞങ്ങൾക്കൊരു നേട്ടവുമില്ല അല്ലാഹ്. ഒരു നേട്ടവുമില്ല അല്ലാഹ്. അല്ലാഹ്
ദുനിയാവിലുള്ള സകലമായ ആളുകൾ ഞങ്ങളെ വെറുത്തുപോയാൽ അതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല അല്ലാ. നീ ഞങ്ങളെ വെറുക്കല്ലേ അല്ലാ, നീ ഞങ്ങളെ ഒറ്റപ്പെടുത്തല്ലേ അല്ലാ, നീ ഞങ്ങളെ ഒറ്റപ്പെടുത്തല്ലേ അല്ലാ, നീ ഞങ്ങളെ കാത്തോളണേ അല്ലാ, നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാ. ധാരാളം ആളുകൾ ഈ സയ്യിദിയ്യ മജ്‌ലിസിൽ വെച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ഭർത്താക്കന്മാരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഭർത്താക്കന്മാരെ നീ നന്നാക്കണേ അല്ലാ, അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാ, അവരെ ദുശീലങ്ങൾ നീ മാറ്റി അവർക്ക് നല്ല ബുദ്ധി തോന്നിക്കണേ അല്ലാ, നല്ല ത്വരീഖ് അവർക്ക് നീ നൽകണേ അല്ലാ, നല്ല വഴി അവർക്ക് നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ, നീ നൽകണേ തമ്പുരാനെ. ഭാര്യമാരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ സ്വഭാവ പെരുമാറ്റ രീതികൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അവരെ നീ ഹൈറിലാക്കണേ അല്ലാ. കുടുംബ ജീവിതം റാഹത്തായി നയിക്കാൻ അവർക്ക് നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. മക്കളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. മക്കളെ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ, സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, മക്കൾക്ക് ഹൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാ, ഹൈറായ ജോലി പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, അവരെയും ഞങ്ങളെ നീ കാത്തോളണേ അല്ലാ, അവർക്കും ഞങ്ങൾക്കും നീ കാവൽ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. മക്കളുടെ വിവാഹ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഹൈറായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ, ഹൈറായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ. സന്തോഷപൂരിതമായി അവർക്ക് ജീവിക്കാൻ അല്ലാ നീ ഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ, നീ ഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. വീടില്ല തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ. ഒരു റാഹത്തായ ഒരു മസ്കൻ, ഒരു ഭവനം അവർക്ക് നീ കൊടുക്കണേ അല്ലാ, നീ കൊടുക്കണേ അല്ലാ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അല്ലാ, ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധിതനാക്കി ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ, ഞങ്ങളെ മൗത്താക്കല്ലേ അല്ലാ. കടമുള്ളവർക്ക് നീ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാ, നീ എളുപ്പമാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ പരാജയപ്പെടുത്തല്ലേ അല്ലാ, ഞങ്ങളെ പരാജയപ്പെടുത്തല്ലേ അല്ലാ. അല്ലാ, ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ, പരീക്ഷണങ്ങളിൽ നിന്നും പരീക്ഷയിൽ നിന്നും ഞങ്ങളെ നീ വിജയിപ്പിക്കണേ അല്ലാ, നീ വിജയിപ്പിക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളിൽ നിന്നുകൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങളെ സമ്പത്തിനെയും ഞങ്ങളെ ശരീരത്തെയും ഒരുപോലെ കാർന്നു നിന്നുന്ന മാരകമായ ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക് പോലുള്ള മാരകമായ അസുഖങ്ങൾ നിന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ, നീ പരീക്ഷിക്കല്ലേ അല്ലാ, നീ പരീക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങൾക്ക് ഭക്ഷണത്തിന് പൈപ്പിട്ടുകൊണ്ട്, മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടത്തുന്ന അസുഖങ്ങൾ തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ, നീ പരീക്ഷിക്കല്ലേ അല്ലാ. മരണം ഹൈറാകുന്ന സമയത്ത് നല്ലവരുടെ സാന്നിധ്യത്തിൽ അല്ലാ ഞങ്ങളെ നീ മൗത്താക്കണേ അല്ലാ, നീ മൗത്താക്കണേ അല്ലാ. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ, ആക്സിഡന്റ് അപകട മരണങ്ങൾ തന്ന് അല്ലാ, അല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ആക്സിഡന്റ് അപകട മരണങ്ങൾ അല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. പെടുന്നതിനുള്ള മരണം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ. നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ അല്ലാ, നീ മാറ്റല്ലേ അല്ലാ, നീ മാറ്റല്ലേ അല്ലാ. കാലുവേദനയാണ് തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ. അല്ലാ, അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ അല്ലാ, നീയാണ് ശാഫിഉ തമ്പുരാനെ, നീ ശിഫ പ്രദാനം ചെയ്യണേ അല്ലാ. തലവേദനയാണ് തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ. മാറാത്ത തലവേദന കൊടുക്കല്ലേ അല്ലാ. ഉള്ളവർക്ക് നീ പരിപൂർണ ശിഫ കൊടുക്കണേ അല്ലാ, പരിപൂർണ ശിഫ കൊടുക്കണേ അല്ലാ. കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ പ്രയാസം പറഞ്ഞവരുണ്ട് അല്ലാ. അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ അല്ലാ. ഹൃദയ സംബന്ധമായ രോഗികൾ അല്ലാ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. നീ ശിഫ കൊടുക്കണേ അല്ലാ, നീ ശിഫ കൊടുക്കണേ
അല്ലാ. തൈറോയിഡിന്റെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. നീ ശിഫ കൊടുക്കണേ അല്ലാ, നീ ശിഫ കൊടുക്കണേ അല്ലാ. യൂറിക് ആസിഡിന്റെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. നീ ശിഫ കൊടുക്കണേ അല്ലാ, നീ ശിഫ കൊടുക്കണേ അല്ലാ. പ്രഷറും കൊളസ്ട്രോളും ഷുഗറും ഉള്ളവരുണ്ട് അല്ലാ. അല്ലാഹുവേ നീ പരിപൂർണ ശിഫ കൊടുക്കണേ അല്ലാ. നിത്യ രോഗികളാക്കല്ലേ അല്ലാ. ഇബാദത്തിന് തടസ്സപ്പെടുന്ന രോഗങ്ങൾ നിന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. കൺകാഴ്ച മങ്ങി വരുന്നവരുണ്ട് അല്ലാ. നീ അല്ലാഹുവേ ഹൈറായ കാഴ്ച ശക്തി അവർക്ക് നീ കൊടുക്കണേ അല്ലാ, നീ കൊടുക്കണേ അല്ലാ. ഉള്ളവർക്ക് പരിപൂർണ ശിഫ കൊടുക്കണേ അല്ലാ, നീ ശിഫ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങളെ സമ്പാദിച്ച സമ്പത്ത് മുഴുവനും ഹോസ്പിറ്റലിൽ പോയി കെട്ടിവെക്കുന്ന അസുഖങ്ങൾ തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ, നീ പരീക്ഷിക്കല്ലേ അല്ലാ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ മൗത്താകുമല്ലാ. റഹ്മുർ-റഹീമീനായ അല്ലാ, ഞങ്ങൾ ധാരാളം ആളുകൾ മൗത്തായി പോയി അല്ലാ. അവരെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാ, സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാ. സ്വർഗത്തിൽ നിന്നൊരു ഫിറാഷ്, ഒരു വിരിപ്പ് അവരുടെ ഖബറുകളിലേക്ക് നീ വിരിച്ചിട്ട് കൊടുക്കണേ അല്ലാ, നീ വിരിച്ചിട്ട് കൊടുക്കണേ തമ്പുരാനെ. റഹ്മുർ-റഹീമീനായ അല്ലാ, 10 മാസം നൊന്ത് പ്രസവിച്ച് മാറോടണച്ചമ്മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാ. ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഉമ്മാന്റെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാ. ഉമ്മ ജീവിതകാലത്ത് ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. നിന്റെ മാലാക്കന്മാരുടെ സഹായം പൊന്നുമ്മാന്റെ ഖബറിൽ നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഉരുകിത്തീർന്നതുപോലെ ഉരുകിത്തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാ. ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഉപ്പാന്റെ ഖബറിടം നീ റാഹത്തിനാക്കണേ അല്ലാ, സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാ. സ്വർഗത്തിൽ നിന്നൊരു ഫിറാഷ് ഖബറിൽ നീ വിരിപ്പിക്കണേ അല്ലാ. കണ്ണെത്താ ദൂരത്തോളം ഖബർ നീ വിശാലത നൽകണേ അല്ലാ, നീ വിശാലത നൽകണേ അല്ലാ, നീ വിശാലത നൽകണേ അല്ലാ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മൗത്താകുമല്ലാ. അല്ലാഹ് ഞങ്ങളെ വീടിൻ്റെ ഇമ്മരപ്പടിയിൽ ഉണക്കക്കട്ടിൽ ഞങ്ങളെ മലർത്തിയങ്ങ് കെടുത്തുമല്ലാ. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടുമല്ലാ, ഈ മൂക്കിൽ പഞ്ഞി തിരികുമല്ലാ. ആ സമയത്ത് മുഖത്ത് ഈമാനിന്റെ പ്രഭ നൽകണേ അല്ലാ, ആ സമയത്ത് മുഖത്ത് ഈമാനിന്റെ പ്രഭ നൽകണേ അല്ലാ. ഞങ്ങളെ വയ്യോരങ്ങളിലൂടെ ഞങ്ങളെ ജനാസയും ചുമന്നു പോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെ ജനാസയപ്പെടുത്തണേ അല്ലാ. ഊരെ കണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് അങ്ങ് ഇറക്കി വെക്കും അല്ലാഹ്. ഈ കബള് മണ്ണിനോട് ചേർക്കപ്പെടും. ആ സമയത്ത് ഖബറിൽ രക്ഷ നൽകണേ അല്ലാ. നിന്റെ മാലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണേ അല്ലാ, ഖബറിൽ നൽകണേ അല്ലാ. ആരാരും രക്ഷയ്ക്കില്ലാത്ത, എവരാരും രക്ഷയ്ക്കില്ലാത്ത ഖബറിൽ നിന്റെ രക്ഷ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ, നിന്റെ രക്ഷ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. നിന്റെ മാലാക്കന്മാരുടെ സഹായം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. ആരംഭപ്പുവായി അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ, ഞങ്ങളെ പെടുത്തണേ അല്ലാ. ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃക്കല്യാണം 2 കണ്ണുകൊണ്ട് ഞങ്ങളെ കാണിക്കണേ അല്ലാ, ഞങ്ങളെ കാണിക്കണേ അല്ലാ, ഞങ്ങളെ കാണിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് മുടങ്ങാതെ കാണുന്നവരുണ്ട് അല്ലാ. അല്ലാഹുവേ അല്ലാഹുവേ
മജ്ലിസിന്റെ ഹഖ് ജാഉ ബർക്കത്ത് കൊണ്ട് അവരെ സകലമാന മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ അല്ലാഹ്. അവരെല്ലാം പ്രതീക്ഷിക്കുന്നത് ഈ ദുആ മാത്രമാണ് അല്ലാഹ്. അല്ലാഹുവേ അവർക്ക് രക്ഷ കൊടുക്കണേ അല്ലാഹ്, അവർക്ക് രക്ഷ കൊടുക്കണേ അല്ലാഹ്. തിങ്കളാഴ്ചയും ശനിയാഴ്ചയും ഈ ഇമ്മരപ്പടിയിലേക്ക് പ്രയാസങ്ങൾ പ്രതിസന്ധികൾ പറഞ്ഞു വരുന്നവരുണ്ട് അല്ലാഹ്. അവരെ സകലമാന പ്രയാസങ്ങളും പ്രതിസന്ധികളും നീ തീർത്തവർക്ക് റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്, അവർക്ക് റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്, അവർക്ക് റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ നീ കാത്തോളണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസ് കാണുന്നവരെയും ഞങ്ങളെയും നീ സംരക്ഷിക്കണേ അല്ലാഹ്, നീ സംരക്ഷിക്കണേ അല്ലാഹ്, നീ സംരക്ഷിക്കണേ അല്ലാഹ്. ഒരു നിലക്കും കൊയക്കല്ലേ അല്ലാഹ്, തളർത്തല്ലേ അല്ലാഹ്, തളർത്തല്ലേ അല്ലാഹ്. ഇസ്സത്ത് നീ നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്, അഭിമാനം നൽകണേ അല്ലാഹ്. മറ്റുള്ളവന്റെ മുന്നിൽ പോയി യാചിക്കുന്ന അവസ്ഥ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്, നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്, ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. ഇടങ്ങേറ് തന്നെ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്. അത് ക്ഷമിക്കാനുള്ള ഈമാൻ ഞങ്ങൾക്ക് കുറവാണ് അല്ലാഹ്. ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്, നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്, നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ദുൽമി സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മളെപ്പോഴും പറയുന്നത് പോലെ നമ്മളെ മജ്ലിസ് കഴിഞ്ഞാൽ ഒരു പോസ്റ്റർ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കാണാം. നമ്മളെ സയ്യിദിയ മജ്ലിസിന്റെ കീഴിൽ എൻ്റെ നേതൃത്വത്തിൽ ഉംറ സിയാറത്ത് ഇൻഷാ അല്ലാഹ് പാക്കേജ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആഗ്രഹമുള്ള ആളുകൾ എല്ലാവരും ആഗ്രഹമുള്ളവരാണ്. എല്ലാ ആളുകളും നമ്മളുമായി ബന്ധപ്പെടുന്ന ആളുകൾ പറയുന്നതാണ്, തങ്ങളെ ആഗ്രഹമുണ്ട്, ധാരാളം കൊതിയുണ്ട് അവിടമില്ലെത്താൻ. അല്ലാഹ് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളെല്ലാവരെയും അല്ലാഹ് അവിടെ എത്തിക്കണേ അല്ലാഹ്. ആ പുണ്യമാക്കപ്പെട്ട ഇരു ഹറമകളിൽ ചെന്നുകൊണ്ട് നമ്മളെ പാപം പതിഞ്ഞ പാദം മതാഫിലൊന്ന് നിർത്തി ദുഃഖദോഷ ഭാണ്ഡക്കെട്ടുകൾ അവിടെ ഇറക്കി വെച്ച് കണ്ണിറയെ കഅബ കണ്ട് ഒരു ഉമ്മ പറ്റ കൽബ് പോലെ തിരിച്ചു വരാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫിലേക്കൊന്ന് ചെന്ന് അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹി എന്ന് പൊട്ടിക്കരഞ്ഞ് സലാം പറയാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് അല്ലാഹുവേ ഒരു ഉംറയും സിയാറത്തും നിർവഹിക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാകും, നമ്മളെ അയൽവാസികൾ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും, നമ്മളെ കുടുംബത്തിൽ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും, നമ്മുമായി ബന്ധപ്പെടുന്നവരിൽ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. ഇൻഷാ അല്ലാഹ് അവരിലേക്കും കൂടി ഇത് എത്തിച്ചു കൊടുക്കുക. ഈ മെസ്സേജിന് ഇൻഷാ അല്ലാഹ് അവരിലേക്കും കൂടി നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ആഗ്രഹമുള്ള ആളുകൾ ആ നമ്പർ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ഇൻഷാ അല്ലാഹ് നിങ്ങൾ ബുക്ക് ചെയ്ത്, പരിമിതമായ സീറ്റുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്, അതിലേക്കും കൂടി ഇൻഷാ അല്ലാഹ് നിങ്ങൾ ബുക്ക് ചെയ്യുക. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.